മാർക്കോസ്കി മരിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർന്നപ്പോൾ ദൂരെയായി പർവ്വതനിരകൾ കണ്ടു. തലേദിവസം വൈകുന്നേരം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നതിനാൽ അതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ചക്രവാളത്തോളം നീണ്ടുനിൽക്കുന്ന ആ പർവ്വതനിരകൾ വരെ മരുഭൂമി പരന്നുകിടക്കുകയായിരുന്നു. ആ മലയടിവാരത്തിലെത്താൻ കുറഞ്ഞത് 60 മൈലുകളെങ്കിലും നടക്കണമായിരുന്നു. 2 ദിവസത്തെ കഠിനമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മലയടിവാരത്തെത്തി. സസ്യലതാദികളൊന്നുമില്ലാത്ത വെറും കരിങ്കല്ലുകൾ നിറഞ്ഞ മലനിരകളായിരുന്നു അവ. ഗോബി മരുഭൂമിയിലെ നരകതുല്യമായ മണൽക്കാടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. മലമുകളിലെത്തിയപ്പോൾ അതാ മുന്നിൽ പർവ്വതങ്ങളുടെ നീണ്ട നിരകൾ. ഒരു മലയിറങ്ങി മറ്റൊന്ന് കയറുമ്പോഴും അതിനപ്പുറം വീണ്ടും മലനിരകൾ തന്നെയായിരുന്നു. ഈ മലയിടുക്കുകളിലൂടെ നടക്കുമ്പോൾ യാദൃച്ഛികമായാണ് ജാരോ ആ നീരുറവ കണ്ടത്. അതവന്റെ കണ്ണിൽപ്പെട്ടതുതന്നെ അത്ഭുതമായിരുന്നു. കാരണം അത് വലിയൊരു അരുവിയൊന്നുമല്ലായിരുന്നു. പാറയിടുക്കുകളിൽ നിന്നും തുള്ളിയായി ഇറ്റുവീഴുന്ന ഒരു ഉറവയായിരുന്നു അത്. മഞ്ഞുപോലെ തണുത്തതും വെള്ളിയെപ്പോലെ തിളങ്ങുന്നതുമായ ആ നീരുറവ കണ്ടപ്പോൾ അന്നവിടെത്തന്നെ തങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. പാറയിടുക്കിൽ നിന്നും വീഴുന്ന വെള്ളം ഞങ്ങളുടെ പാത്രങ്ങളിൽ ശേഖരിച്ച് ഓരോരുത്തരായി കുടിച്ചു. അന്ന് പകൽ മുഴുവൻ വെള്ളം ശേഖരിക്കുകയായിരുന്നു ഞങ്ങളുടെ ജോലി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. 2 ദിവസമായി ആ തരിശുഭൂമിയിലൂടെ മലകൾ കയറിയും ഇറങ്ങിയും ഞങ്ങൾ മുന്നേറി. ഇപ്പോൾ ഇടയ്ക്കിടെ നീരുറവകൾ കാണാമായിരുന്നു. ദിവസവും എവിടെയെങ്കിലുമൊക്കെ കുടിവെള്ളം ലഭിച്ചു തുടങ്ങി. ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും തീർച്ചയായും വെള്ളം കിട്ടുമായിരുന്നു. ഗോബി പിന്നിട്ട 5-ാം ദിവസം ഉച്ചസമയത്ത് ഒരു മലയുടെ മുകളിലെത്തിയപ്പോൾ പെട്ടെന്നുണ്ടായ മാറ്റം കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. ദൂരെ പച്ചപ്പാൽ നിറഞ്ഞ വിശാലമായ പുൽമേടുകൾ കൺമുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. 10-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനേക്കാൾ സന്തോഷകരമായ കാര്യം അവിടെ ഒരു ആട്ടിൻകൂട്ടം മേയുന്നത് ചെറിയ പുള്ളികൾ പോലെ കാണാമായിരുന്നു എന്നതാണ്. ഏകദേശം 200-ലധികം ആടുകളുണ്ടായിരുന്നു. എങ്കിൽ എവിടെയെങ്കിലും ജനവാസമുണ്ടാകുമെന്ന് കരുതി ആടുകൾ മേയുന്ന ദിശയിൽ ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. അവ ഞങ്ങളിൽ നിന്ന് 10 മൈൽ അകലെയായിരുന്നു എന്നു പറയാം. 2 മണിക്കൂർ നടത്തത്തിനുശേഷം ഞങ്ങൾ ആട്ടിൻകൂട്ടത്തിനടുത്തെത്തിയപ്പോൾ ഉയരമുള്ള 2 കാവൽനായ്ക്കൾ മുരൾച്ചയോടെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജാരോ ആ നായ്ക്കളോട് പറഞ്ഞു, "പേടിക്കണ്ടപ്പാ, ഞങ്ങൾ നിങ്ങളുടെ ആടുകളെ ഒന്നും ചെയ്യില്ല." അവ രൂക്ഷമായി നോക്കിക്കൊണ്ട് ദൂരെ മാറി നിന്നു. കൊലമെനോസ് പിറുപിറുത്തു, "എന്റെ കോടാലിയുടെ ഒറ്റ വീശിന് ഒരാടിനെ കിട്ടുമായിരുന്നു. ഈ പാഴുനായ്ക്കൾ തടസ്സമായി." "അല്പം ക്ഷമിക്കാൻ പഠിക്കൂ കൊലമെനോസ്. ആട്ടിടയൻ എവിടെയോ അടുത്തുതന്നെ കാണും. നമ്മളെ കണ്ട് അവൻ നായ്ക്കളെ അയച്ചതാകാം. നമ്മൾ ആ നായ്ക്കളെ പിന്തുടർന്നാൽ അവ നമ്മെ അവന്റെ അടുത്തേക്കെത്തിക്കില്ലേ?" എന്ന് പിറുപിറുക്കുന്ന കൊലമെനോസിന് ഞാൻ മുന്നറിയിപ്പ് നൽകി. നായ്ക്കൾ കുറച്ചുനേരം ഞങ്ങളെത്തന്നെ നോക്കി നിന്നു. പിന്നെ ആട്ടിൻകൂട്ടത്തിന്റെ അടുത്തേക്ക് നീങ്ങി. ഞാൻ ദൂരെയുള്ള പർവ്വതനിരകളിലേക്ക് നോക്കുമ്പോൾ മലയടിവാരത്തിൽ നിന്ന് നേർത്ത പുകച്ചുരുളുകൾ ഉയരുന്നത് കണ്ടു. ഈ സമയത്ത് പുക ഉയരണമെങ്കിൽ ആരോ ഭക്ഷണം പാകം ചെയ്യുകയായിരിക്കുമല്ലോ എന്ന് മാർച്ചിങ്കോവ് ആശ്ചര്യപ്പെട്ടു. മലയടിവാരത്തിലുള്ള ആ സ്ഥലത്തെത്തിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു ഗുഹയ്ക്കടിയിൽ ദൃഢഗാത്രനായ ഒരു വൃദ്ധനിരിക്കുന്നത് കണ്ടു. ഞങ്ങൾ കണ്ട 2 നായ്ക്കളും നാവുനീട്ടി അവന്റെ അരികിലിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ നായ്ക്കളോടെന്തോ പറഞ്ഞു. അവ വീണ്ടും ആട്ടിൻകൂട്ടത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. അമേരിക്കൻ പതുക്കെ മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ വന്ദിച്ചു. വൃദ്ധനും എഴുന്നേറ്റ് വന്ദിക്കുകയും ഞങ്ങളോട് അരികിൽ വന്നിരിക്കാൻ പറയുകയും ചെയ്തു. പഞ്ഞിപോലെ വെളുത്ത താടിയുള്ള ആ വൃദ്ധൻ സുന്ദരനായിരുന്നു. എണ്ണക്കറുപ്പുള്ള ശരീരവും നീണ്ട കൈകളുമുള്ള അദ്ദേഹം പുരാതന റോമൻ രാജാക്കന്മാരെപ്പോലെ തോന്നിപ്പിച്ചു. അരികിൽ ഒരു ഇരുമ്പ് ചട്ടിയിൽ അദ്ദേഹം എന്തോ വേവിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വരവിൽ അദ്ദേഹം അത്യധികം സന്തോഷിക്കുന്നത് ആ മുഖത്ത് പ്രകടമായിരുന്നു. ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് കുറച്ചുനേരം എന്തൊക്കെയോ സംസാരിച്ച അവന് തന്റെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് തിരിച്ചറിയാൻ കുറച്ചു സമയമെടുത്തു. പാവം, സംസാരിക്കാനും ദൂരദേശങ്ങളിലെ വിശേഷങ്ങൾ അറിയാനും അവൻ ഒരുപാട് കൊതിച്ചിരുന്നിരിക്കണം. നിർഭാഗ്യം, ഞങ്ങളുടെ സംസാരം അവനും അവന്റെ സംസാരം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ ഞങ്ങളെ ഗുഹയ്ക്കുള്ളിലേക്ക് വിളിച്ച് തന്റെ മെത്ത തന്നെ വിരിച്ച് അതിലിരിക്കാൻ പറഞ്ഞു. ഇരുന്നതിനുശേഷം ഞാൻ ഒന്നുകൂടി സാവധാനം റഷ്യൻ ഭാഷയിൽ ഞങ്ങൾ ലാസയിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. എന്റെ പിന്നിലുണ്ടായിരുന്ന സ്മിത്ത് ലാസ ലാസ എന്ന് ഉറക്കെ 2 തവണ ആവർത്തിച്ചു. അത് കേട്ടതും ആ വൃദ്ധൻ തന്റെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ബുദ്ധമതക്കാർ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാചക്രം പുറത്തെടുത്തു. എന്നിട്ട് സൂര്യനു നേരെ പിടിച്ച് എന്തൊക്കെയോ ജപിച്ചുകൊണ്ട് അത് വട്ടം കറക്കാൻ തുടങ്ങി. അവിടേക്കെത്താൻ എത്ര ദിവസമെടുക്കുമെന്ന് പറയാൻ ശ്രമിക്കുകയാണവൻ എന്ന് ഞാൻ ഊഹിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവന്റെ കൈ കറങ്ങുന്നത് കണ്ടിട്ട് ഭയങ്കര ദൂരമാണെന്ന് തോന്നുന്നു. 100 കണക്കിന് ദിവസങ്ങൾ എടുക്കുമായിരിക്കുമല്ലേ എന്ന് പേടിയോടെ ജാരോ ചോദിച്ചു. ഞങ്ങൾ വീണ്ടും അവന്റെ സന്ദേശത്തെ ആദരവോടെ വണങ്ങി അവിടെയിരുന്നു. വൃദ്ധൻ ഒരു സഞ്ചിയിൽ നിന്ന് ഉപ്പെടുത്ത് പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിലേക്കിട്ടു.
എന്നിട്ട് ഞങ്ങളെയും അവിടേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ ആ ഇരുമ്പുചട്ടിയുടെ ചുറ്റും നിന്ന് അവിടെ തവിട്ടുനിറത്തിൽ തിളയ്ക്കുന്ന കഞ്ഞിവെള്ളം പോലുള്ള ദ്രാവകം നോക്കി നിൽക്കുമ്പോൾ ആ വൃദ്ധൻ ഒരു മരത്തവി കൊണ്ട് ഒന്നോ രണ്ടോ തുള്ളി കൈയിലൊഴിച്ച് നാക്കുകൊണ്ട് രുചിച്ചു നോക്കി. അതിന്റെ രുചി ആസ്വദിച്ചുകൊണ്ട് ഒരു ചെറിയ സ്കൂൾ കുട്ടിയെപ്പോലെ തലയാട്ടി അവൻ ഉറക്കെ ചിരിച്ചു. ചിരിയും സന്തോഷവും ഒരു പകർച്ചവ്യാധി പോലെയാണ്. നിമിഷങ്ങൾക്കകം ഞങ്ങളും അവനെപ്പോലെ ചിരിച്ചുകൊണ്ട് അവന്റെ കൂടെയിരുന്നു. അതിനുശേഷം ആ വൃദ്ധൻ തന്റെ സഞ്ചിയിൽ നിന്ന് തുണിയിൽ പൊതിഞ്ഞുവെച്ച എന്തോ ഒന്ന് മാജിക് കാണിക്കുന്നവനെപ്പോലെ ആകാംക്ഷ വളർത്തിക്കൊണ്ട് പുറത്തെടുത്തു. അതിന്റെ ചുറ്റുമുള്ള തുണി മാറ്റാൻ തുടങ്ങി. അതിനുള്ളിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രമുണ്ടായിരുന്നു. ചുറ്റും കൊത്തുപണികളുള്ള അത് ഒരു വിലപ്പെട്ട കലാരൂപം പോലെ കാണപ്പെട്ടു. വർഷങ്ങളായുള്ള ഉപയോഗം കൊണ്ട് അതിന് നല്ല തിളക്കമുണ്ടായിരുന്നു. ചട്ടിയിൽ തിളച്ചുകൊണ്ടിരുന്ന ആ ദ്രാവകം ആ പാത്രത്തിലേക്ക് പകർന്നു. പിന്നീട് ഗുഹയ്ക്കുള്ളിൽ പോയി നീളമുള്ള കഴുത്തുള്ള ഒരു സെറാമിക് ജാഡി കൊണ്ടുവന്നു. ജാഡിയിലുണ്ടായിരുന്ന തിളപ്പിച്ചു കുറുക്കിയ ആട്ടിൻപാൽ ആ പാത്രത്തിലേക്ക് കുറച്ചൊഴിച്ചു. മരത്തവികൊണ്ട് നന്നായി ഇളക്കിയ ശേഷം അത് ജാരോയുടെ കയ്യിൽ കൊടുത്തു. ജാരോ ഒരു തവി നിറയെ വായിലേക്കൊഴിച്ചു. അത്ഭുതമായിരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവൻ പാത്രം അടുത്ത ആൾക്ക് നൽകി. അതിന്റെ രുചിയെക്കുറിച്ച് അവൻ പ്രത്യേകിച്ച് പറയേണ്ടി വന്നില്ല. അവന്റെ മുഖഭാവം തന്നെ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു തവി വായിൽ വെച്ചപ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ, ഇത് ദേവലോകത്തെ ഭക്ഷണം പോലെ തോന്നുന്നു. എല്ലാവരും ചീനച്ചട്ടിയിലേക്ക് കൈനീട്ടി. ചീനച്ചട്ടി ഒന്ന് കറങ്ങിവരുന്നതിനിടയിൽ ഞങ്ങളെല്ലാം സംതൃപ്തിയോടെ ഏമ്പക്കം വിട്ടു. ആ വൃദ്ധൻ തിളച്ചുകൊണ്ടിരുന്ന കടായിലേക്ക് കട്ടിയുള്ള പാലൊഴിച്ച് ഞങ്ങൾക്ക് 2-3 തവണ കൂടി കഞ്ഞി കുടിക്കാൻ പാകത്തിലാക്കി. കുറച്ചു സമയത്തിനുള്ളിൽ ഞങ്ങളുടെ വയർ നിറഞ്ഞു. അതുവരെ പാമ്പിനെ തിന്നുകഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം മറന്നുപോയിരുന്നു. ഞങ്ങളുടെ വയർ നിറഞ്ഞു എന്ന് ഉറപ്പായതിനുശേഷം ആ വൃദ്ധൻ ഭക്ഷണം കഴിച്ചു. പിന്നീട് ചൂടുള്ള കടായി താഴെ ഇറക്കി അത് തണുക്കാൻ വെച്ചു. അതിന് പിടികളൊന്നുമില്ലായിരുന്നു. അത് തണുത്തതിനുശേഷം ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം സമ്മതിക്കാതെ തനിയെ കഴുകാൻ കൊണ്ടുപോയി. തിരിച്ചുവന്നയുടൻ വീണ്ടും തീയിലിട്ട് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. മുമ്പ് മംഗോളിയയിൽ കുടിച്ച ചായ പോലെ തന്നെയായിരുന്നു അതും. അതിനു മുകളിൽ കൊഴുപ്പൊഴുകി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ഇത്രയധികം സൽക്കരിച്ച ആ വൃദ്ധന് എന്തെങ്കിലും സഹായം ചെയ്ത് ഞങ്ങളുടെ കൃതജ്ഞത അറിയിക്കണമെന്ന് ഞങ്ങൾ സംസാരിച്ചു. കോൾമനോസ് നല്ലൊരു ഉപദേശം നൽകി. മരുഭൂമിയിലെ ആ പഴയ കടയിൽ നിന്നെടുത്ത സ്റ്റീൽ കേബിൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കടായിക്ക് ഒരു പീട്ടി ഉണ്ടാക്കിക്കൊടുക്കാം എന്നവൻ പറഞ്ഞു. അരമണിക്കൂർ ജോലി ചെയ്ത് സ്റ്റീൽ കേബിൾ കോടാലികൊണ്ട് ശരിയായ അളവിൽ മുറിച്ച് ആ കടായിക്ക് ഒരു പീട്ടി ഉണ്ടാക്കിക്കൊടുത്തു. വൃദ്ധന് വളരെ സന്തോഷമായി. ഞങ്ങൾ അത്രകൊണ്ടും തൃപ്തരാവാതെ അദ്ദേഹത്തിന് കുറച്ചു ദിവസത്തേക്കാവശ്യമുള്ള വിറക് വെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പോയി വിറക് ശേഖരിക്കാൻ തുടങ്ങി. ഞങ്ങൾ വിറക് വെട്ടി അദ്ദേഹത്തിന്റെ ഗുഹയുടെ അടുത്ത് അടുക്കിവെച്ചപ്പോഴേക്കും വൃദ്ധൻ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ കൊന്നുതൊലി ഉരിക്കുകയായിരുന്നു. പട്ടികൾ രണ്ടും അവിടെ കിട്ടുന്ന അവശിഷ്ടങ്ങൾക്കായി വാലാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. മുഴുവൻ ആടിനും ഉപ്പും മുളകും പുരട്ടി ഒരു വടിയിൽ കോർത്ത് കനലിൽ ചുട്ടെടുക്കാൻ തുടങ്ങി. ഇറച്ചി വെന്തുവരുന്ന മണം വന്നപ്പോൾ തന്നെ രാത്രി ഞങ്ങളവിടെ കഴിയേണ്ടിവരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് നന്നായി വെന്തതിനുശേഷം അതിന്റെ പകുതി മുറിച്ച് ഗുഹയ്ക്കുള്ളിൽ കെട്ടിത്തൂക്കി. ഞങ്ങൾ ഇരുട്ടത്ത് തീയ്ക്ക് ചുറ്റുമിരുന്ന് ആട്ടിറച്ചി കഴിച്ചു. അതിനുശേഷം തീയുടെ അടുത്ത് സ്ഥലം ശരിയാക്കി ഞങ്ങൾ 6 പേരും ഉറങ്ങാൻ കിടന്നു. വൃദ്ധൻ ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെയും നല്ലൊരു പ്രഭാതഭക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചു. ചായ കുടിച്ച് ഞങ്ങൾ യാത്ര തുടരാൻ തയ്യാറായി. ആ വൃദ്ധൻ എവിടെ നിന്നോ കുറച്ച് ബാർലി ബ്രെഡും ബാക്കിയുള്ള ആട്ടിറച്ചിയും ഞങ്ങൾക്ക് വഴിപ്പൊതിയായി നൽകി. യാത്ര പറയുമ്പോൾ അദ്ദേഹത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പലതവണ തലകുനിച്ച് വന്ദിച്ചും സ്നേഹത്തോടെ പുറത്തുതട്ടിയും ഒടുവിൽ കൈവീശി ഞങ്ങൾ യാത്ര തിരിച്ചു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ വൃദ്ധൻ തന്റെ നായ്ക്കളോടൊപ്പം ഇരുന്ന് ഞങ്ങളെത്തന്നെ നോക്കുന്നത് കാണാമായിരുന്നു. ഈയൊരു സംഭവം നമ്മെ ചിന്തിപ്പിക്കുന്നതൊന്നേയുള്ളൂ. ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള റഷ്യയിൽ നിന്ന് പലായനം ചെയ്ത സാൽവോമിർ റാവിച്ചും സംഘവും തങ്ങളുടെ യാത്രയിൽ കണ്ടുമുട്ടിയവരെല്ലാം സാധാരണക്കാരായിരുന്നു. ഇവരാരും യുദ്ധം കൊതിക്കുന്നവരല്ല. സ്വന്തം പണി ചെയ്ത് സമാധാനമായി കഴിയുന്ന പാവം മനുഷ്യർ. അവർ സമ്പന്നരല്ല, പക്ഷേ നിഷ്കളങ്കരാണ്. സത്യത്തിൽ മനുഷ്യൻ സമ്പന്നനാകുമ്പോഴാണ് അവന് കൂടുതൽ വേണമെന്ന് തോന്നുന്നത്, സൈന്യത്തെ കൂട്ടി യുദ്ധം ചെയ്ത് അധികാരം നേടണമെന്നാഗ്രഹിക്കുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും മനുഷ്യന്റെ അതിമോഹത്തിന്റെ ഫലമാണ്. യുദ്ധമില്ലാത്ത, മതമൗലികവാദമില്ലാത്ത ഒരു സമാധാനപരമായ ലോകമുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.